ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ അമ്മമാര്, അവരെ ക്രൂരമായിട്ടാണ് അവരെ തല്ലിച്ചതച്ചതെന്നാ പറയുന്നത്. പോലീസിന് എന്ത് ഉത്തരവാദിത്തമുള്ളത്? പോലീസിന് ആരാണ് ഇതിനൊക്കെ അധികാരം കൊടുത്തിരിക്കുന്നത്? ഇത് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇത് വഴിവിട്ട് ഇത്തരത്തിൽ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. ആ ഉദ്യോഗസ്ഥനെതിരെ ആവശ്യമായ നടപടികൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇത് 100 വർഷമായിട്ട് ഇതിലൊരു കുറെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. 19.5 ഏക്കർ സ്ഥലം ഇത് റവന്യൂ പുറമ്പോക്കാണെന്ന് റവന്യൂ രേഖകളിൽ തന്നെ പറയുന്നുണ്ട്. ഹൈക്കോടതി ഉത്തരവുണ്ട്. ഈ 19 ഏക്കറിൽ പെടുന്ന 2.5 ഏക്കർ സ്ഥലം മാത്രം എങ്ങനെ അളന്ന് തിട്ടപ്പെടുത്തുന്നത്? ഇതിന്റെ അതിർത്തി പങ്കിടുന്ന പെരിയാർ വാലി കനാൽ അടക്കം ഇത് ഗവൺമെന്റ് സ്ഥലമാണ്. എങ്ങനെയാണ് ഒരു അവകാശ കമ്മീഷൻ ഗുണ്ടേനെ പോലെ വന്ന് രാവിലെ മുതൽ കഴിഞ്ഞ 14 പ്രാവശ്യവും ഞങ്ങൾ ജനകീയമായിട്ടാണ് തടഞ്ഞത്, നിയമപരമായിട്ടാണ് തടഞ്ഞത്. ഞങ്ങളുടെ ഒരു ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബൗണ്ടറീസ് ആക്ട് പ്രകാരം അതിർത്തികൾ പങ്കെടുക്കുന്ന സ്ഥലത്ത് നോട്ടീസ് കൊടുക്കണമെന്ന് കോടതി ഉത്തരവുള്ളതാണ്. ആ ഉത്തരവുകളൊന്നും പാലിക്കാതെയാണ് ഇന്ന് അഭിഭാഷക കമ്മീഷൻ പോലീസിന്റെയും ഒരു ഗുണ്ടാരാജ് തന്നെ ഈ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ദളിതരായിട്ടുള്ള ആളുകളുടെ കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ വേണ്ടി ഇന്ന് നടന്നിട്ടുള്ളത്. ഇത് ശക്തമായിട്ട് പ്രതിഷേധിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും ഈ സർക്കാരിനെ, ഈ കോൺഗ്രസ് സർക്കാരിനെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ദളിത് മേഖലയിൽപ്പെടുന്ന ദളിതരായിട്ടുള്ള ആളുകളെ അധികാരം കിട്ടി 2ാമത്തെ ദിവസം ഇത്തരത്തിൽ ക്രൂരമായിട്ട് തല്ലിച്ചതച്ചത് ശരിക്കും അന്വേഷിക്കേണ്ട വിഷയമാണ്. സാറേ, ഈ അധികാരം കിട്ടുന്നതിന് 10 വർഷം നിങ്ങൾ ഭരിച്ചവരാണ്. പാവപ്പെട്ടവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള അതായത് ഇതില് ഞാൻ പറയാം, അതായത് ഈ വിഷയത്തില് കഴിഞ്ഞ 5 വർഷം ഞങ്ങളൊന്നും ഇവിടുത്തെ ആളുകളുടെ രാഷ്ട്രീയം നോക്കിയല്ല ഇടപെട്ടത്. ഇവിടുത്തെ ആളുകളുടെ രാഷ്ട്രീയമല്ല പ്രശ്നം, ഇത് അതിജീവനത്തിന്റെ പ്രശ്നമാണ്. ആ അതിജീവനത്തിന്റെ പ്രശ്നത്തില് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇവിടെയുള്ള ആളുകളുടെ പ്രശ്നമായിരുന്നു ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത്. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ 5 വർഷം ഇവരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച് ഇവരെ കുടി ഒഴിപ്പിക്കില്ലെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 5 വർഷം ഈ നിയമവും കോടതിയും എല്ലാം ഉണ്ടായിട്ട് പോലും കുടിയൊഴിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കായിരുന്നത്. ഞങ്ങളുടെ സർക്കാർ ഭരിച്ചിട്ട് പോലും പോലീസിനെ കൊണ്ട് ഒരു തരത്തിലും ഇതേപോലുള്ളൊരു അവസ്ഥ ഉണ്ടാക്കാൻ ഞങ്ങൾ അവസരം ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു ജനപ്രതിനിധിയുണ്ട്, ഇപ്പൊ MLA ഉണ്ട്, നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ഒരു MLA ഉണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ഇതിന്റെയൊക്കെ പുറകില് ചില വ്യക്തിപരമായ താല്പര്യങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും കച്ചവട താല്പര്യങ്ങളും ലാൻഡ് മാഫിയ അടക്കമുള്ള ആളുകളുണ്ട്. സർക്കാരിന്റെ 19.5 ഏക്കർ സ്ഥലത്തിൽ അടങ്ങുന്ന ഈ 2.5 ഏക്കർ സ്ഥലം സ്വകാര്യ വ്യക്തി കൃത്രിമമായിട്ട് ഒരു ആധാരമുണ്ടാക്കി സ്വന്തം പേരിലാക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഈ സാധാരണക്കാരായിട്ടുള്ള ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള 8 കുടുംബങ്ങൾ അവരെ ഒരിക്കലും കുടിയൊഴിപ്പിക്കരുതെന്നാണ് ഞങ്ങളുടെ ആവശ്യം. തീർച്ചയായിട്ടും നിങ്ങൾ മാധ്യമ പ്രവർത്തകർ, എനിക്ക് തോന്നുന്നു രാവിലെ ഒന്നും കുഴപ്പമുണ്ടാവില്ല, നിങ്ങൾ പോയി എന്നുള്ള സൂചനയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിലുള്ള അതിക്രമം കാണിച്ചത്. നിങ്ങൾ
ഈ വിഷയം സജീവമായിട്ട് ഇത് എത്തേണ്ട സ്ഥലത്ത് എത്തുന്നവരെ നിങ്ങളുടെ സഹായം ഈ സാധാരണക്കാരായ കുടുംബങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന.